ഇസ്രായേൽ ആക്രമണങ്ങളിൽ എത്ര ഇറാനിയൻ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു എന്നതിന്റെ കണക്കുകൾ പുറത്തുവന്നു. ഏകദേശം വരുന്ന 14ഓളം ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെ അതിന്റെ അവസാനമുണ്ടായി. അതിനുശേഷമാണിപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എത്ര ഇറാനികൾ മരിച്ചു എന്നതും എത്രത്തോളം നാശനഷ്ടങ്ങളാണ് ഇറാനിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കണക്കുകൾ പുറത്തുവരുന്നത്. ഇറാനിലെ ജനങ്ങളുടെ സുരക്ഷയേക്കാൾ വലുത് അവർ പ്രാധാന്യം നൽകിയതും അവിടുത്തെ യുറേനിയം ഒളിപ്പിക്കുന്നതിലായിരുന്നു. അതുമാത്രം US-ന്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ കയ്യിൽ കിട്ടിയാൽ അവരുടെ കണ്ണിൽ പെട്ടാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് കരുതി അത് ഒളിപ്പിക്കാൻ അവർ എത്രത്തോളം ശ്രമിച്ചു എന്നത് മറ്റൊരു വസ്തുതയാണ്. മാത്രമല്ല, ഇതൊക്കെ ആണവ പദ്ധതിയെ എത്രത്തോളം ബാധിച്ചു എന്നത് പരിശോധിക്കുകയാണെങ്കിൽ യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇരു രാജ്യങ്ങളിലും അതിൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനുണ്ടായ നാശനഷ്ടം വിലയിരുത്തിയാൽ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് അവരുടെ 14 ആണവ ശാസ്ത്രജ്ഞരെങ്കിലും കൊല്ലപ്പെട്ടതാണ്. ഈ ശാസ്ത്രജ്ഞരുടെ മേൽനോട്ടത്തിലാണ് ഇറാന്റെ ആണവ പദ്ധതി പുരോഗമിച്ചത്. അതേസമയം യുദ്ധം കുറച്ചു കാലമായി ഇറാന്റെ ആണവ പദ്ധതിക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ടെങ്കിലും അത് തടയുക എളുപ്പമല്ല എന്നും വിദഗ്ധർ പറയുന്നു. എന്നാൽ ശാസ്ത്രജ്ഞരുടെ മരണവും ആക്രമണങ്ങളെ അതിജീവിച്ച ആണവ അടിസ്ഥാന സൗകര്യങ്ങളും ഇറാന് ആയുധങ്ങൾ നിർമ്മിക്കുന്നത് അസാധ്യമാക്കുമെന്നും ഫ്രാൻസിലെ ഇസ്രായേൽ അംബാസിഡർ വ്യക്തമാക്കിയിരുന്നു.